بالصدق والوفاء أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير صدق الله مولانا العظيم قال حبيبنا ونبينا محمد صلى الله عليه وسلم يوشك أن يأتي على الناس زمان لا يبقى من الإسلام إلا اسمه ولا يبقى من القرآن إلا رسمه مساجدهم عامرة وهي خراب من الهدى علماؤهم شر من تحت أديم السماء من عندهم تخرج الفتنة وفيهم تعود ليس البلية في أيامنا عجبا بل السلامة فيها أعجب العجب ليس الجمال بأثواب تزيننا إن الجمال جمال العلم والأدب ليس اليتيم الذي قد مات والده إن اليتيم يتيم العلم والأدب الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا يا رسول الله اللهم صل وسلم وبارك عليه വളരെ ബഹുമാനവും ആദരവും സ്നേഹവും അറിയിക്കുന്ന ഈ മഹത്തായ ജമാഅത്തിന്റെ പ്രിയങ്കരനായ മുദരിസ് ഉസ്താദ്, അതുപോലെ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിത്തരാൻ വന്നെത്തിയ വന്യരായ നൗഫൽ സഖാഫി ഉസ്താദ് അവറുകളും, വിശിഷ്ടാതിഥിയായി വന്നെത്തിയ സുഫിയാൻ സഖാഫി ഉസ്താദ്, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിത ശിരോമണികൾ, നാട്ടിൻ്റെ അജയ്യനായ പ്രസിഡന്റ് വന്യരായ ബേക്കൽ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടു നേതാക്കൾ, നാട്ടിലെ കാരണവന്മാർ, ഒത്തുകൂടിയ പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, ജമാഅത്തുകാർ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, അർഹമുർ റഹ്മാനായ റബ്ബ് ഈ മഹനീയമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, മർഹൂം ബേക്കൽ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ലോകം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എത്രയും പെട്ടെന്ന് അർഹമുർ റഹ്മാനായ റബ്ബ് മോചനം നൽകി ഒരു സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, സുദീർഘമായ പ്രഭാഷണത്തിന് വേണ്ടി വന്യരായ നൗഫൽ സഖാഫി ഉസ്താദ് ഉണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടെ തന്നെ ഉദ്ഘാടന കർമ്മം മാത്രം ഞാൻ നിർവഹിച്ച് അവസാനിപ്പിക്കുന്നതാണ്.
നേരത്തെ സ്വാഗതത്തിൽ ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ വന്യരായ താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് 4 വർഷമായി. അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ വർഷങ്ങളോളമുള്ള ഒരു ബന്ധമാണ് മഹാനായ ബേക്കൽ ഉസ്താദ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടും നിങ്ങളുടെ ഈ നാട്ടിലേക്ക് എന്നെ എത്തിച്ചത്. കാരണം പലപ്പോഴും മഹാനായ ബേക്കൽ ഉസ്താദ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന വിശിഷ്യ ഉലമാക്കള് പണ്ഡിതന്മാർ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം ആ ഒരു ഗൗരവം വളരെ വിഷമത്തോടെ അവതരിപ്പിക്കുകയും നമുക്കെല്ലാം ഒരു മാറ്റം, ഒരു ചേഞ്ചിങ് ഈ നാടുകളിലെല്ലാം ഉണ്ടാക്കി തീർക്കണം എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു റൂട്ടിന്റെയും സ്വഭാവത്തിന്റെയും എല്ലാം ഉടമയായിരുന്നു മഹാനായ ബേക്കൽ ഉസ്താദ്. നമുക്കറിയാം, ഹയാത്ത് കാലത്ത് തന്നെ പല പണ്ഡിതന്മാരും ആലിമീങ്ങളും ഉസ്താദുമാരുമെല്ലാം ആ ബേക്കൽ ഉസ്താദിനെ കണ്ടിരുന്നത് ആ ഒരു റൂട്ടിലൂടെ തന്നെയാണ്. കാരണം അവിടുത്തെ ആ ദീനീ ഖിദ്മത്തില് ധാരാളം ഈ ഉമ്മത്തിന് മാതൃകയായിട്ട് പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, പാഠമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടാണ് മഹാനവറുകൾ ജീവിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ, ആ മഹാനവറുകളുടെ ഗുരുവര്യന്മാരായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാരും ആലിമീങ്ങളും സയ്യിദന്മാരുമെല്ലാം എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയും ഏത് തെറ്റ് ആരിൽ നിന്ന് കണ്ടാലും അതതുപോലെ തന്നെ ആ സ്പോട്ടിൽ തന്നെ തിരുത്താൻ ചങ്കൂറ്റം കാണിച്ച മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്. അതെവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അത് താജുൽ ഉലമ എന്നെ പഠിപ്പിച്ചതാണ്. താജുൽ ഉലമ പറയുകയാണ്, എന്നെ ഈ രൂപത്തിൽ എനിക്ക് നിർദ്ദേശം തന്നത് മഹാനായ കണ്ണിയത്തോരാണ്. ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് റഹീഖുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അല്ലാഹുവയുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഒരു മൗലൂദ് ഓതുമ്പോഴും ഒരു കിതാബ് വായിക്കുമ്പോഴും വല്ല അറക്കത്തിന്റെ പശകും വന്നുപോയാൽ, ഇറാബിൽ ബുദ്ധിമുട്ട് വന്നുപോയാൽ ആ സ്പോട്ടിൽ തന്നെ അതിനെ പറഞ്ഞ് തിരുത്തിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ആ സ്പോട്ടിൽ തന്നെ തിരുത്തണം എന്നുള്ള ആ സ്വഭാവം മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ താജുൽ ഉലമയെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ വിദ്യാർത്ഥികളോടും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരോടും വല്ല നുഖ്സാനും കണ്ടാൽ ആ സ്പോട്ടിൽ തന്നെ അതിനെ തിരുത്തുന്ന സ്വഭാവം. അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവിടെ തന്നെ മറന്നുപോയി, ഒന്നുക്കൽ അത് തിരുത്താൻ ഞാൻ മറക്കും, അല്ലെങ്കിൽ ആ നുഖ്സാനുള്ള വ്യക്തി അത് ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു അപാകതയായി മാറും. പിന്നെ അത് തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ തിരുത്താൻ ശ്രമിച്ചാൽ പെരുത്തുപകാരം എന്നിലൂടെയും ആ വ്യക്തിക്കും അവരുടെ ജീവിതവും നന്നാക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ ഉടമയാണ് മഹാനായ ബേക്കൽ ഉസ്താദ്. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഇനി നിങ്ങൾ നോക്കൂ, ബേക്കലെ ഉസ്താദ് എന്നുള്ള പേര് കാഞ്ഞങ്ങാടിലെ ബേക്കൽ ദർസ് നടത്തിയിരുന്ന ആ ജമാഅത്തിൽ നിന്ന് കിട്ടിയ, ആ നാടിൽ നിന്ന് കിട്ടിയ പേരാണ് എങ്കിൽ
ഇവിടെ അവിടുത്തെ സ്വന്തം നാട്ടില് പ്രസിഡന്റ് ആവുകയും നാടിന്റെ നേതൃത്വം കൊടുക്കുകയും അതേ നാട്ടിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരോട് എനിക്ക് പറയുവാനുള്ളത്, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമ, നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാ മഹാന്മാരും, കാന്തപുര ഉസ്താദ് അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരെയും താജുൽ ഫുഖഹയിലേക്ക് ആകർഷിക്കാനുള്ള കാരണം നിഷ്കളങ്കനായ പണ്ഡിതനായിരുന്നു, കളങ്കമില്ലാത്ത പണ്ഡിതനായിരുന്നു. അതേ, അത് കാരണം അല്ലാഹു പെരുത്ത് മഹത്വം അല്ലങ്ങ് കൊടുത്തു. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അഗാധമായ പാണ്ഡിത്യം, അഗാധമായ പാണ്ഡിത്യം, എല്ലാ കുടുക്കുകളും ഹല്ലായിച്ചുകൊണ്ടുള്ള പഠനം, ഒരു മറച്ചു വെക്കലില്ല, ഒളിച്ചു വെക്കലില്ല. ഈ രൂപത്തിൽ ഓതി പഠിച്ചുണ്ടാക്കി, നേരത്തെ പറഞ്ഞില്ല അവിടുത്തെ മുതല്ലിമാകുന്ന ആഗ്രഹത്തിന്റെ ജീവിത ചരിത്രങ്ങളെല്ലാം അതേ രൂപത്തിൽ തന്നെ ഓതി പഠിച്ച് പഠിക്കേണ്ടത് പോലെ എല്ലാ ഫന്നുകളും കലക്കി കുടിച്ച് അഗാധമായ പാണ്ഡിത്യമുണ്ടാക്കുകയും അചഞ്ചലമായ ഈമാൻ കൈവരിക്കുകയും ചെയ്തപ്പോൾ യജമാനനായ റബ്ബ് കൊടുത്ത സ്ഥാനമാനമാണ് ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികൾക്ക്. ഏതാണ് രണ്ട് ക്വാളിഫിക്കേഷൻ? ഒന്ന് അഗാധമായ പാണ്ഡിത്യം, അചഞ്ചലമായ ഈമാൻ. ഈ രണ്ട് മഹത്വം ഒരാളിൽ മേളിച്ചിട്ടുണ്ട് എങ്കിൽ യജമാനനായ റബ്ബ് ആ വ്യക്തിയെ ഉന്നത സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തും. എല്ലാ ആലിമിന്റെ വായിലൂടെയും ആ വരി വ്യക്തിയുടെ ബഹുമാനം കേൾക്കാൻ കഴിയും. എല്ലാ സയ്യിദന്മാരും ആദരിക്കും, എല്ലാ പണ്ഡിതന്മാരും ആദരിക്കും, എല്ലാ ഉമറാക്കളുടെ ഇടയിലും സ്ഥാനമാനമുണ്ട്. ഏത് നാട്ടിൽ പോയാലും ബഹുമാനമുണ്ട്. ആരുടെ മുമ്പിൽ പോയാലും ഒരു എന്തെന്നില്ലാത്ത സ്ഥാനമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തില് ധാരാളം ഹൈന്ദവ സുഹൃത്തുക്കള് അനുശോചനം രേഖപ്പെടുത്തിയതായിട്ട് കാണാം. കാരണം എന്താ? അവിടുന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഈ ഉമ്മത്തിന് വല്ല പ്രയാസം വരുമ്പോൾ, അതേ വല്ല വിഷമം വരുമ്പോൾ ഗവൺമെന്റ് മുഖേനയോ കാനൂനുപരമായോ എന്തെങ്കിലും ഇടപെടേണ്ട വിഷയം, ആ വിഷയം വന്നാൽ ആ സ്പോട്ടിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക ചിന്താഗതിക്കാരനും സ്വഭാവത്തിന്റെയും ഉടമയായിരുന്നു മഹാനായ ബേക്കൽ ഉസ്താദ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഇതര മത സുഹൃത്തുക്കൾക്ക് ബേക്കൽ ഉസ്താദിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ അവർക്കെല്ലാം പറയാനുള്ളത്, അവർക്കെല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത്, അതെ, ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല, ഒരു സാധാരണ പണ്ഡിതനല്ല. ഒരു മുസ്ലിം ഉമ്മത്തിന് ഒരു നേതാവായിട്ട് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഏത് വിഷയങ്ങളിലും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും അതിനെല്ലാം മുന്നിൽ വന്നുകൊണ്ട് ഇടപെടേണ്ട രൂപത്തില്, ഇടപെടേണ്ട സമയത്ത്, ഇടപെടേണ്ട കോലത്തില് ആ മഹാപണ്ഡിതൻ ഇടപെട്ടിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ അനുശോചന പ്രഭാഷണങ്ങളിലെല്ലാം നാം കണ്ടിരുന്നത്. ആകയാൽ ഒരു പ്രത്യേക രൂപത്തില് മഹാനായ ബേക്കൽ ഉസ്താദ് ജീവിതം നയിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു ജല്ല ജലാലു കൊടുത്ത അതിമഹത്തായ പവറാണ്, അതിമഹത്തായ സ്ഥാനമാനമാണ്. എന്റെ പ്രിയമുള്ള മുതഅല്ലിമീങ്ങളോട്, ഞാൻ അടക്കമുള്ള ശബ്ദം പ്രസംഗിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അതേ പണ്ഡിതന്മാര്, ആലിമീങ്ങള്, അവർ യഥാർത്ഥ ആലിമീങ്ങളായി മാറണോ, ഒരു യഥാർത്ഥ മുതഅല്ലിമായി മാറണോ. ബേക്കൽ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഓ പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, നിങ്ങളെല്ലാം പഠിക്കുന്ന ഇൽമ് അത് കറകളഞ്ഞ രൂപത്തിലാവണോ. അതൊരു പൊട്ടിയിൽമാവാൻ പാടില്ല, ഒരു പൊട്ടു മുതഅല്ലിമാവാൻ പാടില്ല, ഒരു പൊട്ട് ആലിമാവാൻ പാടില്ല. ഏത് ഫന്നിലും അഗാധമായ പാണ്ഡിത്യം വേണം. ഏത് കിതാബും ഓതിക്കൊടുക്കാനും വായിക്കാനും മുതആല ചെയ്യാനുമല്ല, നിങ്ങൾ കഴിവ് ആർജിക്കണം. ആ രൂപത്തിൽ നിങ്ങൾ പഠനം നടത്തണം എന്ന് എപ്പോഴും
മഹാനായ ബേക്കൽ ഉസ്താദ് പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ മുതഅല്ലിമീങ്ങളോട് പറയുവാനുള്ളത്, മഹാനായ താജുൽ ഫുഖഹയുടെ ചാരത്ത് വെച്ചുകൊണ്ട്, താജുൽ ഫുഖഹയുടെ ദർബാറിൽ വെച്ചുകൊണ്ടാണ് ആ മഹാനായ താജുൽ ഫുഖഹ കേൾക്കയാണ് നിങ്ങൾ ഫയൽ സർഫാക്കുന്നത്, സഞ്ചാലില് അസ്ല് വെക്കുന്നത്, നിങ്ങൾ തർക്കീബ് വെക്കുന്നത്, ഇറാബ് വെക്കുന്നത്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്, എല്ലാ നഹ്വും സർഫും ഫിഖ്ഹും തഫ്സീറും എല്ലാം നിങ്ങൾ ഓതുന്നത് വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ, കറകളഞ്ഞ ഈമാനിന്റെ ഉടമയായ വലിയ പണ്ഡിതനായ താജുൽ ഫുഖഹ അവിടെ ചാരത്ത് വെച്ചാണ് എന്നുള്ള ഒരു ബോധം എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് വേണോ? എന്നിട്ടോ നിങ്ങളെല്ലാം ഒരു മാതൃകായോഗ്യരായ മുതഅല്ലിമീങ്ങളായി മാറണം. എല്ലാ നിലക്കും നിങ്ങൾ പഠിക്കുന്ന ഇൽമ്, ആ ഇൽമ് നിങ്ങളെ മനസ്സിലേക്ക് തട്ടിയിട്ട്, എന്തിനാണ് ഞാൻ ഇൽമ് പഠിക്കുന്നത്, എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരം, ഇങ്ങനെ തുടങ്ങിയിട്ട് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ആ ഉന്നമനത്തിന് വേണ്ടി, അവന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, ഞാൻ ദീനിന്റെ ഇസ്സത്തിന് വേണ്ടിയിട്ട്, റബ്ബിന്റെ നൂറാണല്ലോ ഇൽമ്, ആ ഇൽമ് ഞാൻ പഠിക്കുന്നത് ഞാൻ കാരണം റബ്ബിന്റെ ദീനിന് വലിയ പ്രയോജനം ലഭിക്കണം. അതുകൊണ്ട് പഠിക്കുന്ന കാര്യം വേണ്ടതുപോലെ ഓതി പഠിക്കുക. അങ്ങനത്തെ മുതഅല്ലിമിനെയാണ് ഇപ്പോ നമുക്ക് ആവശ്യം. അല്ലാതെ വെറും കോലത്തിലും രൂപത്തിലും അല്ലെങ്കിൽ മറ്റുള്ള രൂപഭാവ ഭേദങ്ങളിലും ആയാൽ പോരാ. യഥാർത്ഥ ഒരു മുത്തഖിയായ, ഒരു മുഖ്ലിസായ, ഒരു ഉഖ്റവിയായ പണ്ഡിതന്റെ ആ രൂപഭാവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. വേഷവിധാനത്തിൽ വേണം, സ്വഭാവത്തിൽ വേണം, മനസ്സിൽ വേണം, ഇബാദത്തിൽ വേണം, സംസാരത്തിൽ വേണം, അതേ പ്രകാരം പ്രവർത്തനത്തിൽ വേണം, നമ്മുടെ ചിന്തയിൽ വേണം. അതേപോലെയാണ് മഹാനായ ബേക്കൽ ഉസ്താദ് ഒരു മുത്തഖിയായ, ഒരു മുഖ്ലിസായ, ഒരു ഉഖ്റവിയായ പണ്ഡിതന് ഉണ്ടാവേണ്ട എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ ഏകദേശം എല്ലാം മേളിച്ച ഒരു പണ്ഡിതനായിരുന്നു മഹാനായ ബേക്കൽ ഉസ്താദ്. പറയേണ്ടതുപോലെ പറയേണ്ട രൂപത്തില് പറയേണ്ട സമയത്ത് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ആർജവം കാണിച്ച, തന്നോടം കാണിച്ച പണ്ഡിതൻ അല്ലേ? എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഞാൻ ഓർത്തു പോവുകയാണ്, പല സന്ദർഭങ്ങളിലും മഹാനായ ബേക്കൽ ഉസ്താദിനോട് കൂടെ പള്ളി ഉദ്ഘാടനത്തിനും വലിയ പരിപാടികൾക്കെല്ലാം പോകുമ്പോൾ മഹാനവറുകളുടെ ഒന്നിച്ചു ഞാനും ഉണ്ടാവാറുണ്ട്. അതെ, മഹാനവറുകളുടെ ഒരു സ്വഭാവം ഞാൻ പറയുകയാണ്. എല്ലാവരും ആലിമീങ്ങളെ, ഉസ്താദുമാരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, മറ്റുള്ള നാട്ടുകാർ, സാധാരണക്കാര്, ഉമറാക്കള് എന്നവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഉസ്താദുമാരെല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉസ്താദുമാർക്ക് കൊടുക്കേണ്ട ചെറിയ ഒരു തബറക്കൊരു ഹദിയയുണ്ടല്ലോ, അതെല്ലാം മറ്റുള്ള ആളുകൾ കാണുന്ന രൂപത്തിൽ ബേക്കൽ ഉസ്താദിന്റെ കീസയിലേക്ക് മടക്കാൻ പോകുമ്പോൾ, അഥവാ തബറക്ക് കൊടുക്കാൻ പോകുമ്പോൾ അതിനെ നഖശികാന്തം എതിർത്ത മഹൽ വ്യക്തിത്വമായിരുന്നു. കാരണം ആലിമീങ്ങൾ ഇതിന് വേണ്ടി വന്നവരാണെന്ന് സാധാരണക്കാര് മനസ്സിലാക്കാൻ പാടില്ല. ഇതിന്റെ ആളാണ്, കാശിന്റെ ആളാണോ ആലിമീങ്ങള്, മുതഅല്ലിമീങ്ങള്, പണ്ഡിതന്മാര്, ഉലമാക്കള്, സയ്യിദന്മാര് എന്ന് ചിന്തിക്കാൻ പാടില്ല. അതെല്ലാം കാണാത്ത രൂപത്തില് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ആ അത്തരം വ്യക്തികളെയെല്ലാം മാറ്റി നിർത്തി ഇത് ഇങ്ങനെയല്ലടോ കൊടുക്കേണ്ടത് എന്ന് അവിടെ എതിർത്ത് അതിന്റെ യഥാർത്ഥ രൂപം അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, അതാണ് ഞാൻ പറഞ്ഞത്, പറയേണ്ട കാര്യങ്ങള് പറയേണ്ട രൂപത്തില്, പറയേണ്ട സന്ദർഭത്തില് ആ കൈകാര്യം ചെയ്ത മഹൽ വ്യക്തിത്വം. ഇതല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, വല്ല വ്യക്തിക്കും അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അവനെ അല്ലാഹു ദീനിൽ പണ്ഡിതനാക്കി മാറ്റും. സാധാരണ പണ്ഡിതനല്ല, വയുൽഹിംഹു റുഷ്ദാ, തന്റെ ഇടമുള്ള പണ്ഡിതൻ. അതെ, തന്റെ ഇടമുള്ള പണ്ഡിതൻ, ആർജവമുള്ള പണ്ഡിതൻ, നല്ല പക്വതയുള്ള പണ്ഡിതനാക്കി മാറ്റും. സാധാരണ കോലത്തിലോ രൂപത്തിലോ ഉള്ള ഒരു ആലിമല്ല, പക്വതയുള്ള പണ്ഡിതനാക്കി മാറ്റും. അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ ഒരു പക്വതയുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു മഹാനായ ബേക്കൽ ഉസ്താദ് അല്ലേ? നമുക്കറിയാം പല പല വിഷയങ്ങൾ NRCയുടെ വിഷയത്തില് ഇങ്ങനെ
ഇങ്ങനെ ഖുനൂത്ത് ഓതേണ്ട സന്ദർഭങ്ങൾ, ഒരു ഖാദിയായ ഒരു പണ്ഡിതന്റെ ധർമ്മം എന്താണോ, ഒരു പണ്ഡിതന്റെ ചുമതല എന്താണോ, ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്തം എന്താണോ, അതെല്ലാം ആ സന്ദർഭത്തിനോട് യോജിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന മഹൽ വ്യക്തിത്വം ഇന്ന് അങ്ങനെയുള്ള പണ്ഡിതന്മാരെ കാണാൻ നമുക്ക് സാധ്യമല്ല. വളരെ വിരളമാണ്, വളരെ കുറവാണ്. സുദീർഘമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എന്റെ പ്രിയമുള്ള മുതഅല്ലിമീങ്ങളോട് പറയുവാനുള്ളത്, ആ ബേക്കൽ ഉസ്താദിന്റെ അതേ ആ ഒരു ശൈലിയിലായിട്ട്, അവിടുന്ന് കാണിച്ചു തന്ന ആ റൂട്ടിലായിട്ട്, അവിടുന്ന് തന്നെ നിർത്തിയ നിങ്ങളെ പ്രിയപ്പെട്ട മുദരിസ് ഉസ്താദ് ഉണ്ട്. ബേക്കൽ ഉസ്താദിന്റെ സ്വഭാവം എങ്ങനെയാണ്, അവിടുത്തെ ഇൽമിന്റെ ആ ദറസിന്റെ അവിടുത്തെ ആ റൂട്ട് എങ്ങനെയാണ്, അതെല്ലാം ശരിക്കും കണ്ട് പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ ഉസ്താദിനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ തന്നെ ഇൽമ നിങ്ങൾ പഠിച്ച് ആരുടെ മുമ്പിലും തല കുനിക്കാത്ത രൂപത്തില്, ഒരു കിതാബ് കണ്ടാൽ പേടിക്കാത്ത രൂപത്തില്, മൗലിദ് കിതാബ് കണ്ടാൽ പേടിക്കാത്ത രൂപത്തില്, ഏത് അറബി വേർഡ്സ് കണ്ടാലും പേടിക്കാത്ത രൂപത്തില്, ോടത്തോടെ നല്ല ചങ്കൂറ്റത്തോടെ ഒരു യഥാർത്ഥ ആലിമായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ എന്റെ പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ നിങ്ങൾ മാറണം. അതാണ് മഹാനായ ബേക്കൽ ഉസ്താദിന്റെ പൊരുത്തോ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അവസാന കാലഘട്ടത്തിൽ പറയുകയുണ്ടായി, തങ്ങളെ നിങ്ങൾ നല്ലവണ്ണം ദോരക്കണോ. സുഖമില്ലാതെ ആസ്പത്രിയിൽ കിടക്കുമ്പോൾ കാണാൻ പോയപ്പോൾ എനിക്ക് മരിക്കുന്നത് വരെ കിതാബ് മുതഅല ചെയ്തിട്ട് ദീനിന്റെ ഖിദ്മത്തിൽ ഇൽമിന്റെ ഷുഗലിലായിട്ട് എനിക്ക് ജീവിക്കണം. അതിനൊരു മുടക്കം വരാൻ പാടില്ല. എന്റെ എല്ലാം ഇൽമാണ്. ആ ഇൽമ വിട്ടിട്ട് ഒരു കളി എനിക്ക് വേണ്ട. ഇൽമ വിട്ടിട്ട് ഒരു കളി എനിക്ക് ഉണ്ടാവാൻ പാടില്ല. മരിക്കുന്നത് വരേക്കും ഇൽമിലാവണം എന്റെ ഷുഗല്. അതിന് വേണ്ടി ദോരക്കണമെന്ന് പറഞ്ഞ മഹൽ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഒന്നുകൂടി ഞാൻ പറയാം. ആ മഹാവ്യക്തിത്വത്തിന്റെ മുന്നിൽ വെച്ച് ഓവറേബിളായിട്ട് മദ്ഹ് പറയുന്നത് കണ്ടാൽ കേട്ടാൽ അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കും. പാടില്ല മക്കളെ, പാടില്ല. ഇതൊന്നും എന്നെ കുറിച്ചില്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്ന് ആ സ്റ്റേജിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ആ പറഞ്ഞ സ്വാഗതം ചെയ്യുന്ന ആ വ്യക്തിയോട് തന്നെ വളരെ വളരെ കർക്കശമായ ഭാഷയിൽ അതിനെ എതിർത്തുകൊണ്ട് തിരുത്തി കൊടുത്തിരുന്ന മഹാപണ്ഡിതൻ അല്ലേ. നമ്മളെ മദ്ഹ് പറയാൻ ആളുകളെ നമ്മൾ ഏജൻസികളായി വെക്കുന്ന കാല, മദ്ഹ് പറഞ്ഞിട്ടില്ല എങ്കിൽ, മഹത്വം പറഞ്ഞിട്ടില്ല എങ്കിൽ ഇറങ്ങിപ്പോകുന്ന കാലമാണ് അല്ലേ. മാറണം നമ്മൾ ഇതിൽ നിന്നെല്ലാം, ഒരു മാറ്റം വരുത്തണം ഇതിൽ നിന്നെല്ലാം. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മളെ മദ്ഹ് ഓവറേബിൾ ആയിട്ടുള്ള മദ്ഹ് കാരണം, ഓവറേബിൾ ആയിട്ടുള്ള ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ഒരു ആലിമിനെ അല്ലെങ്കിൽ ഒരു ഉമറായിനെ അങ്ങ് പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് ഉയർത്തി, അദ്ദേഹം തന്നെ അറിയില്ല എനിക്ക് ഇങ്ങനത്തുള്ള മഹത്വം ഉണ്ടോ എന്ന്. അത് കാരണം അദ്ദേഹം വളരെ മോശമാവാൻ കാരണമാണ് എങ്കിൽ നമ്മുടെ ഈ പ്രസംഗമല്ലേ, ഈ സ്വാഗതമല്ലേ, അല്ലെങ്കിൽ ഈ മദ്ഹ് പറച്ചിലല്ലേ ഇതിനെല്ലാം കാരണം. എപ്പോഴും ബേക്കൽ ഉസ്താദ് പറയാറുണ്ട്, പാടില്ല പാടില്ല. ഓവറേബിളായിട്ട് ഒരു മനുഷ്യനെ അങ്ങ് ഉയർത്തിയിട്ട് അവനെ നിങ്ങൾ ചീത്തയാക്കാൻ പാടില്ല. ഇന്ന് 99% എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലേ, ഇല്ലാത്ത മുഴുവൻ കള്ളക്കഥകളും കെട്ടിയിട്ട് അങ്ങ് പറയുമ്പോൾ നമ്മളങ്ങ് എയറിലങ്ങ് ഉയരുകയാണ്. ഓട്ടോമാറ്റിക്കായി നമുക്ക് തന്നെ മനസ്സിൽ വരികയാ, ഞാനൊരു വമ്പനാണ്, എന്നെ പോലുള്ള മറ്റാരുമില്ല, എന്നെ പോലുള്ള ഒരു ആലിമ് മറ്റാരുമില്ല, എന്റെ മഹത്വം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്നെല്ലാം നമ്മളങ്ങ് ചിന്തിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്നേക്കുമായി ഇല്ലാതെയായി പോവുകയാണ് അല്ലേ. അല്ലാഹ് തന്നെ സ്ഥാനമല്ലേ നമുക്ക് വേണ്ടത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്റത്തിൽ വെച്ച് അന്ന റജുലൻ മദഹ റജുലൻ ഇൻദ ഇബ്നു ഉമർ ഫജഅല ഇബ്നു ഉമർ യർഫഉ തുറാബ നഅവഹു വഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമുൽ മദ്ദാഹീന ഫഹതു ഫീ വുജൂഹിഹിം അത്തുറാബ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉമർ തങ്ങളുടെ സദസ്സിൽ വെച്ച് ഒരു പുരുഷന്റെ മദ്ഹ്, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാൾ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്, ഇത് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പോലും കേൾക്കാത്ത
അയാൾ പോലും സ്വപ്നം കാണാത്ത മദ്ഹ് പറഞ്ഞു ഓവറേബിൾ ആക്കിയപ്പോൾ മഹാനായ ഇബ്നു ഉമർ തങ്ങള് ഒരു പിടി മണ്ണ് വാരിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന, ഓവറേബിൾ ആയിട്ട് മദ്ഹ് പറയുന്നവരെ നിങ്ങൾ കണ്ടാൽ ഫഹ്ദു ഫീ വുജൂഹിഹിം അത്തുറാബ്, അവരുടെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് വാരി എറിയണോ, അതത്ര നല്ല പണിയല്ല അങ്ങനത്തെ മദ്ഹ് പറച്ചല് എന്ന് പുന്നാന നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആലിമീങ്ങളോട് ഞാനടക്കം അവലം ബിദാത്തിന്റെ നഫ്സിനോട് താനിയം ബിൽ അർളി നിങ്ങളോട് പറയുവാനുള്ളത്, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ട് മറ്റുള്ള ഒരാള് നിന്റെ പ്രസംഗം കാരണം ചീത്തയാവാൻ പാടില്ല, അദ്ദേഹത്തിന് കിബ്ർ വന്നു പോവാൻ പാടില്ല. അതല്ലേ ഏറ്റവും വലിയ വിഷമോ, ഏറ്റവും വലിയ മുസീബത്ത് കിബ്റല്ലേ. ലയനത്താക്കപ്പെട്ട ഇബ്ലീസ് പോലും നശിക്കാൻ കാരണം അതേ കിബ്റല്ലേ, അതേ അസൂയയല്ലേ. അത് നമ്മുടെ ഖൽബിൽ വന്നു പോവാൻ പാടില്ല. മഹാനായ താജുൽ ഉലമ എപ്പോഴും പറയാറില്ല അവിടുത്തെ ശിഷ്യന്മാരോട്, മക്കളെ നിങ്ങൾ വലിയ ദർസ് നടത്തുന്ന ആലിമീങ്ങളായി മുദരിസുമാരായി ഡിഗ്രി എല്ലാം വാങ്ങിയിട്ട് നിങ്ങൾ വലിയ വലിയ നാടുകളിലെല്ലാം മഹല്ലുകളിലെല്ലാം ഖതീബായി മുദരിസായിട്ട് നിങ്ങളെ ദഫ് മുട്ടിയിട്ട് തോല പാടിയിട്ട് നിങ്ങളെ സ്റ്റേജിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ നിങ്ങളെ വലിയ ചെയർ കൊണ്ടെന്ന് നിങ്ങളെ ഇരുത്തുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണോ, ഈ ചെയറിലൊന്നും ഇരിക്കാൻ ഞാൻ അർഹനല്ല, എന്നെക്കാളും എത്രയോ കഴിവുറ്റ ഈമാനിന്റെ ഉടമകളായ നല്ല ഇഖ്ലാസിന്റെ മുത്തഖീങ്ങളായ സാധാരണക്കാർ, പാന്റ് ധരിച്ച തൊപ്പി ധരിച്ച എത്രയോ സാധാരണക്കാർ ആ സദസ്സിന്റെ ഒരു മൂലയിലുണ്ടാവും. അദ്ദേഹത്തിന്റെ വില പോലും എനിക്കില്ല, എങ്കിലും എന്നെ ഇവിടെ ഇരുത്തിയല്ലോ അൽഹംദുലില്ലാഹ് എന്നാണ് മോനെ നീ ചിന്തിക്കേണ്ടത്. അതല്ല നീ വലിയ ആളായത് കൊണ്ടാണ് നിന്നെ സ്റ്റേജിൽ ഇരുത്തിയത് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഇഖമിന്റെ ഇബാറത്തെല്ലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമ വളരെയധികം പ്രസംഗങ്ങൾ വാചാലനായി പ്രസംഗിച്ചതായി നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒരു മുത്തഖിയായ ഒരു ഉഖറവിയായ പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ട വിശേഷണങ്ങളാണ്. ഇതെല്ലാം എപ്പോഴും താജുൽ ഫുഖഹ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇതാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഇന്ന് നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ യതീമുകളാണ്. നമ്മളെ ബാപ്പമാരല്ലേ അല്ലേ? നമ്മളെ ബാപ്പമാരിൽ യഥാർത്ഥ ബാപ്പയല്ലേ? ഖൈറുക്കും ഖൈറുൽ ആബായി മൻ അല്ലമക്കൽ ഖൈർ. ആ ബാപ്പമാരുടെ കൂട്ടത്തിൽ റൂഹിയായ ബാപ്പ, ജസദിയായ ബാപ്പ, രണ്ട് ബാപ്പയുണ്ടല്ലോ. ബാപ്പമാരുടെ കൂട്ടത്തിൽ ഖൈറായ ബാപ്പ അത് റൂഹിയായ ബാപ്പയാണ്, ഇൽമു പഠിപ്പിച്ചു തന്ന ബാപ്പയാണ്. നിന്റെ ആത്മാവിനെ പരിശുദ്ധമാക്കാനും സംശുഷ്ടമാക്കാനും ആരാണോ നിനക്ക് അതിന് വേണ്ട ഭക്ഷണം തന്നത് അത് നിന്റെ ഉസ്താദുമാരാണ്. അതായത് ആലിമീങ്ങള്. ആ ആലിമീങ്ങള് ഈ ദുനിയാവിൽ നിന്ന് ഇല്ലാതെയായി പോകുമ്പോൾ അതേ പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. ഞാൻ ഹദീസിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. മഹാനായ നൗഫൽ സഖാഫി ഉണ്ട്, വേണ്ടതുപോലെ പറഞ്ഞു തരാൻ. അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉഖറവിയായ പണ്ഡിതനെ കാണാൻ പറ്റാത്ത രൂപത്തില് കറകളഞ്ഞ ഒരു ഉഖറവിയായ പണ്ഡിതന്റെ വിശേഷണങ്ങളെല്ലാം ഒത്തുണങ്ങിയ ആ ഒരു ആലിമിനെ കാണാൻ പറ്റാത്ത രൂപത്തില് കണ്ടതിനും വേണ്ടതിനും വേണ്ടാത്തതും ഒരുപോലെ പ്രതികരിക്കുന്ന, ഒരുപോലെ എന്റെ ഹക്ക് കണ്ടാലും അസത്യം കണ്ടാലും അതിനെ നാം വേണ്ടതുപോലെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാതെ എല്ലാം ഒരു ദുന്യവിയായ ആലിമിന്റെ വിശേഷണമുള്ളവരാണ് നമ്മൾ. എന്നെ പോലെയുള്ളവരെല്ലാം അതേ ഉഖറവിയായ പണ്ഡിതന്മാരെ കാണാൻ വളരെ കുറവാണ്. പിന്നെ അങ്ങനെയുള്ള ആലിമീങ്ങളെയെല്ലാം ഇൽമിനെ ഉയർത്തപ്പെടുന്നു പറഞ്ഞാൽ പണ്ഡിതന്മാരെ റൂഹിനെ അല്ലാഹു കൊണ്ടുപോകലോടുകൂടെ അങ്ങനെ ഒരാളെയും അല്ലാഹു ബാക്കിയാക്കില്ല. പിന്നെ എന്താ ഉണ്ടാവുക? എല്ലാവരും ജാഹിലീങ്ങളായി. അതേ അവർ ജാഹിലീങ്ങളെ പിടിച്ച് പിന്നെ നേതാക്കന്മാരാക്കുന്ന ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് പുന്നാര നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതെ, അവരോട് ഫത്വ ചോദിക്കും, അവർ ഫത്വ പറയും. ഒരറിവില്ലാതെ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞിട്ട് ഫത്വ കൊടുക്കുന്ന ഒരു അവസ്ഥ വരാനുണ്ട് എന്ന്
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപനം നടത്തിയ ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇൽമു പഠിക്കുന്നുണ്ട് എങ്കിൽ അത് അതിന്റെ യഥാർത്ഥ രൂപത്തിലും അത് ജനങ്ങൾ കാണാനോ ഞാനൊരു മുതല്ലിമാണ് എന്നുള്ളതിന് ഹുങ്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഹങ്കാരത്തിന് വേണ്ടിയിട്ടോ ബാപ്പക്കും ഉമ്മക്കുമെല്ലാം വീട്ടിൽ സ്ഥാനമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ വീട്ടിൽ സമ്പത്തില്ലാത്തതിന്റെ പേരിലോ നിനക്ക് എന്തെങ്കിലും അംഗവൈകല്യമായതിന്റെ പേരിലോ നിനക്ക് നാണക്കേടായതിന്റെ പേരിലോ അല്ല ഈ ഇൽമു പഠിക്കാൻ വരേണ്ടത്. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അത് ഉലമാക്കളെ കൊണ്ടാണല്ലോ. ഉലമാക്കളെ കൊണ്ടല്ലേ ദീനിന്റെ നിലനിൽപ്പ്. അതിനുള്ള ലക്ഷ്യത്തോടെ ഇതിന് വേണ്ടിയായിരിക്കണം ഓ മുതഅല്ലിമീങ്ങളെ നമ്മളെല്ലാം ഇൽമു പഠിക്കേണ്ടത്. പഠിക്കുന്ന ഇൽമു അത് കറാത്ത് മറാത്ത് ആവർത്തിച്ച് നിങ്ങൾ അത് മനസ്സിന്റെ ഉള്ളില് അത് നിങ്ങൾ രൂഢമൂലമാക്കണം, ഉറപ്പിച്ചു വെക്കണം. ഒന്ന് കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ പാതിരാക്കെഴുന്നേറ്റിട്ട് ഉസ്താദ് നിങ്ങളെ വിളിച്ചുണർത്തിയാലും സർഫാക്കാൻ പറഞ്ഞാൽ ഏത് വസനും സർഫാക്കാൻ പറ്റുന്ന രൂപത്തില്, ഏത് അസ്ലും വെച്ചു കൊടുക്കാൻ പറ്റിയ രൂപത്തില്, ഏത് ഇബാറത്തും തെറ്റില്ലാതെ വായിക്കാൻ പറ്റിയ രൂപത്തില് ഇങ്ങനെ പഠിച്ച് അതിന്റെ ബേസിക് ഉണ്ടാക്കുമ്പോഴാണ് യജമാനനായ റബ്ബ് നിങ്ങളെ ഖൽബിലേക്ക് അവന്റെ നൂർ ഇട്ടു തരുന്നത്. അതാണ് യഥാർത്ഥ ഇൽമ്. അതാണ് യഥാർത്ഥ ഇൽമ്. അതല്ലാതെ നമ്മൾ വായിക്കാനും എഴുതാനും ഓതാനും അല്ലെങ്കിൽ മറ്റുള്ള മസലകളൊക്കെ പഠിച്ചത് കൊണ്ടോ അവന്റെ മനസ്സിൽ നൂറുണ്ടായിക്കൊള്ളണമെന്നില്ല. നൂറും അൽ ഇൽമു നൂറുല്ലാഹ്, അല്ലാഹുവിന്റെ നൂറല്ലേ. ഒരു മുഅ്മിനായ അവൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയുടെ ഖൽബിൽ ഇട്ട് കിടക്കുന്ന ഒരു പ്രകാശമാണല്ലോ ഇൽമ്. അത് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറെ വിഷമങ്ങൾ സഹിക്കേണ്ടി വരും, ഉറക്കൊഴിക്കേണ്ടി വരും, അല്ലേ? വേണ്ട വൃത്തികളെല്ലാം മാറ്റിവെക്കേണ്ടി വരും, ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടി വരും. തവാളു അത് ഏറ്റവും മുഖ്യമാണ്, അദബ് അത് ഏറ്റവും മർമ്മപ്രധാനമാണ്. അതെല്ലാം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അല്ലാഹ് ഇട്ട് തരുന്ന ആ ഒരു പ്രകാശമാണ് യഥാർത്ഥ ഇൽമ്. ആ ഇൽമ് നമ്മുടെ ഖൽബിൽ വന്നാൽ, പ്രകാശം വന്നാൽ നമ്മുടെ കൈകാലുകൾ പ്രകാശിക്കാൻ തുടങ്ങും, കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങും, നമ്മളെ കാതുകൾ പ്രകാശിക്കാൻ തുടങ്ങും, നിന്റെ മനസ്സ് പ്രകാശിക്കും. പിന്നെ ആരോടും വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പും പകയും നിന്റെ ഖൽബിലില്ല. നീ പറയുന്നത് മുഴുവനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മാറും. നിന്റെ പ്രവർത്തനങ്ങളെല്ലാം മാലോകർക്ക് മാതൃകയായി മാറും. നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ചിന്തയും നിന്റെ എല്ലാം അത് റബ്ബിന്റെ പൊരുത്തത്തിലുള്ളതായി മാറും. അതിനാണ് യഥാർത്ഥ ഇൽമു ഉള്ള പണ്ഡിതന്മാരാവണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നത്. അതുകൊണ്ട് യജമാനനായ റബ്ബ് നമുക്ക് അവൻ പൊരുത്തപ്പെട്ട ആലിമീങ്ങൾ ആയി ജീവിക്കാൻ അതിനുതകുന്ന എന്തെല്ലാം ഒത്താശകൾ നമുക്ക് വേണോ അതെല്ലാം താജുൽ ഫുഖയുടെ ബറക്കത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട്, താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട്, സർവ്വ അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് യജമാനനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ത്യനാള് വരെ വരുന്ന ഈ സമൂഹത്തിന് സത്യപാന്താവിലേക്ക് നയിക്കാൻ കറകളഞ്ഞ കളങ്കമില്ലാത്ത ഒരു യഥാർത്ഥ ആലിമായി, ഒരു യഥാർത്ഥ പണ്ഡിതനായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹു മൗലാനൽ അലീം എന്ന പവിത്രമായ തിരുവാക്യത്തിൽ ഈ മഹത്തായ ബേക്കൽ ഉസ്താദിന്റെ 4ാം ഉറൂസിന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.